എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശീലങ്ങൾ പറയാൻ പഠിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ നുണ്ട് എന്ന് അവസാനിക്കുന്ന കാര്യങ്ങൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നാണ്. നുണ്ട് എന്ന് അവസാനിക്കുന്ന കാര്യങ്ങൾ കളിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നമ്മൾക്ക് ഒരു കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാം. കോഡ് ഇതാണ്: ക്രിയ പ്ലസ് രഹാഹേ. ക്രിയ പ്ലസ് രഹാഹേ. ക്രിയയുടെ കൂടെ രഹാഹേ ചേർത്താൽ നമുക്ക് നുണ്ട് എന്നുള്ള അർത്ഥം ലാസ്റ്റിൽ വരും. കളിക്കുന്നുണ്ട്. ഗേൽ പ്ലസ് രഹാഹേ. ഗേൽ രഹാഹേ. ഗേൽ രഹാഹേ. ഇവിടെ ഗേൽ എന്ന ക്രിയയുടെ കൂടെ നമ്മൾ രഹാഹേ ചേർത്തു. അപ്പോൾ ഗേൽ രഹാഹേ. കളിക്കുന്നുണ്ട്. പോകുന്നുണ്ട്. ജാ പ്ലസ് രഹാഹേ. ജാ രഹാഹേ. പോകുന്നുണ്ട്. ജാ എന്നുള്ള ക്രിയയുടെ കൂടെ രഹാഹേ ചേർത്തു. ജാ രഹാഹേ. പോകുന്നുണ്ട്. കഴിക്കുന്നുണ്ട്. ഖാ പ്ലസ് രഹാഹേ. ഖാ രഹാഹേ. ഖാ രഹാഹേ. കഴിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. പട് പ്ലസ് രഹാഹേ. പട് രഹാഹേ. പഠിക്കുന്നുണ്ട്. പട് രഹാഹേ. പഠിക്കുന്നുണ്ട്. ഇവിടെ പട് എന്ന ക്രിയയുടെ കൂടെ രഹാഹേ ചേർത്തു. ചെയ്യുന്നുണ്ട്. കർ പ്ലസ് രഹാഹേ. കർ രഹാഹേ. കർ രഹാഹേ. ചെയ്യുന്നുണ്ട്. ഇവിടെ കർ എന്നുള്ള ക്രിയയുടെ കൂടെ രഹാഹേ ചേർത്തു. അപ്പോൾ കർ രഹാഹേ. ചെയ്യുന്നുണ്ട്. ഉറങ്ങുക എങ്ങനെ ഹിന്ദിയിൽ പറയാ? സോ. ഉറങ്ങുക സോ. ഉറങ്ങുക സോ. അപ്പോൾ ഉറങ്ങുന്നുണ്ട് എന്നത് എങ്ങനെ ഹിന്ദിയിൽ പറയാം? ഉറങ്ങുന്നുണ്ട്. എങ്ങനെ ഹിന്ദിയിൽ പറയാം? താഴെ കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.